IPS ഓഫീസർക്കെതിരെ വ്യാജരേഖ ചമച്ച് ബംഗ്ലാവ് തട്ടിയെടുത്തതിന് കേസ്. തെലങ്കാന പോലീസ് അക്കാദമി ഡെപ്യൂട്ടി ഡയറക്ടർ നവീൻ കുമാറിനെ പോലീസ് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. മുൻ സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള സംസ്ഥാന മുൻ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കോടികൾ വിലയുള്ള ബംഗ്ലാവ് തട്ടിയെടുത്തു എന്നാണ് കേസ്. ആന്ധ്ര തെലങ്കാന മുൻ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന ബെൻവാർലാലിന്റെ ഭാര്യ മണിലാലിന്റെ പരാതിയിലാണ് സംസ്ഥാനത്തെ മുതിർന്ന പോലീസ് ഓഫീസർമാരിൽ ഒരാളായിട്ടുള്ള നവീൻ കുമാറിനെ മണിക്കൂറുകൾ ചോദ്യം ചെയ്തത്. ഹൈദരാബാദിലെ സമ്പന്ന മേഖലയായിട്ടുള്ള ജൂബിലി ഹിൽസിലെ ബംഗ്ലാവും സ്ഥലവും വ്യാജരേഖകൾ ചമച്ച് നവീൻ കുമാറും ബന്ധുക്കളും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു മണിലാലിന്റെ പരാതി. 2014 നവീൻ കുമാറിന്റെ ഭാര്യ സഹോദരൻ ഒർസു സാംബശിവറാവുവിന് ബംഗ്ലാവ് വാടകയ്ക്ക് നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം വാടക സംബന്ധിച്ച് മണിലാലും സാംബശിവ റാവുവും തമ്മിൽ തർക്കമുണ്ടായി. ഇയാളെ കുടിയിറക്കാൻ മണിലാൽ നൽകിയ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കെ നവീൻ കുമാർ ഈ വീട്ടിലേക്ക് താമസം മാറ്റി. പിന്നീട് വ്യാജരേഖകൾ ഉപയോഗിച്ച് ഉടമസ്ഥാവകാശം മാറ്റാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. తప్పుడు కేసు అని అంటున్నారు. అసలు విషయం ఏం జరిగింది? നവീൻ കുമാറിന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളതിനാലാണ് ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചത് എന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ. കൂടാതെ 5% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. വെഡിംഗ് പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. 18 കാരറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ. ഒപ്പം 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി.